السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية والرضوية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. ولا تكن من الغافلين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم إن الله يقبل توبة العبد ما لم يغرغر. റവാഹുൽ ഇമാമു തുർമുദി റഹിമഹുല്ലാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നന്നാക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ചെയ്തു കൂട്ടിയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ലാഹിരിയായ ബാത്തുനിയായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അതിനെ തൊട്ടൊക്കെ തൗബ ചെയ്ത് ഇനിയുള്ള ജീവിതമെങ്കിലും ഗഫലത്തില്ലാതെ അശ്രദ്ധയില്ലാതെ നല്ല ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സൂറത്തുൻ നൂർ 31. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സൂറത്തു തഹ്രീം 8. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സൂറത്തുൽ ഹുജറാത്ത് 11. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. സൂറത്തുൽ ബുറൂജ് 10. അതുപോലെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. തൗബ ചെയ്യാത്തവർ അക്രമികളാണ് എന്ന്, അവർക്ക് കഠോരമായ അദാബ് ശിക്ഷ ഉണ്ട് എന്ന് ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മൻ താബ വ ആമന വ അമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നഹ വലാ യുദ്ലമൂന ശൈആ. തൗബ ചെയ്ത് ഈമാനും അതുപോലെ സൽക്കർമ്മം പ്രവർത്തിച്ചിട്ട് കാമിലായ മുഅ്മിനുമായി അവർ സ്വർഗത്തിൽ കടക്കുമെന്നും അവരെ ആക്രമിക്കപ്പെടുകയില്ല ഒരു വിഷയത്തിലുമെന്നൊക്കെ സൂറത്തുൽ മറിയം 60-ാമത്തെ ആയത്തിലും അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബയെ സംബന്ധിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ധാരാളം തൗബയെ സംബന്ധിച്ച് പഠിപ്പിച്ചു. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. മരണം ഗർഗറയിൽ എത്തുന്ന കാലത്തോളം, റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ മാത്രമാണ് അല്ലാഹു തആല തൗബയുടെ വാതിൽ ബന്ദ് ചെയ്യുക എന്ന് സുനനു തുർമുദി 3537-ാമത്തെ ഹദീസ് ഷരീഫിൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ഏതായാലും നാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് തൗബ ചെയ്യേണ്ടതുണ്ട്. തൗബ ചെയ്യാത്ത പക്ഷം നമ്മുടെ ആ ദോഷങ്ങൾ മുഴുവനും നമ്മളിൽ അടുക്കലുണ്ടാകുമ്പോൾ, ആ ദോഷത്തിൻ്റെ ഖനം, ആ ഭാരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അത് അവശേഷിച്ചിട്ടുണ്ടാകുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുപോലെ ഇബാദത്തിന് തൗഫീഖും ലഭിക്കുകയില്ല. ഇനി തൗഫീഖ് ലഭിച്ചാൽ തന്നെ ഇബാദത്തിൻ്റെ ആ ഫർള് ഷർത്തുകളെല്ലാം പാലിച്ച് ഇബാദത്ത് ചെയ്താൽ തന്നെ ദോഷങ്ങളുടെ ആ ഭാരം നമ്മളിൽ അവശേഷിച്ചിട്ടുണ്ടാകുമ്പോൾ ആ ഇബാദത്തിൻ്റെ രസം അത് ലഭിക്കുകയില്ല എന്നും, മാത്രമല്ല ഷർത്തും ഫർളൊക്കെ പാലിച്ച് നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ ഫർളൊക്കെ സാഖിത്താകും, ഇബാദത്തുകളൊക്കെ ഉത്തരവാദിത്വം വീടും. എന്നാൽ തൗബ ചെയ്യാത്തതിൻ്റെ പേരിൽ ആ കൽബിൻ്റെ പ്രകാശം, അതുപോലെ നഫ്സിൻ്റെ സ്വഫാ, ഹൃദയത്തിൻ്റെ പ്രകാശവും ആ നഫ്സിൻ്റെ തെളിച്ചവും അതെല്ലാം വേണ്ടതുപോലെ വളർച്ച അതിന് ഉണ്ടാവുകയില്ല. അതാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒക്കെ പഠിപ്പിച്ചത് സൂറത്തുൽ അൻകബൂത്ത് 45-ാമത്തെ ആയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇബാദത്തിൻ്റെ മാധുര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതോടുകൂടെ ഗഫലത്തിൻ്റെ ജീവിതം, അശ്രദ്ധയുടെ ജീവിതം നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നാം ഒക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഗഫലത്ത് എന്ന് പറയുന്നത് വലിയ ഒരു നാശമാണ്. ഗഫലത്തുണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ
ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. എന്നാൽ ദുനിയവിയായ നിഅമത്തുകൾ അധികമാകുമ്പോൾ, അതിൽ വ്യാപകമായി കഴിഞ്ഞാൽ, അധികമായി അതിൽ ജോലിയാകുമ്പോൾ ഒരുപാട് ഗഫലത്തിൻ്റെ സാധ്യത ഉണ്ട്. കാരണം ദുനിയവിയായ നിഅമത്തുകൾ നമ്മളെ മനസ്സ് ലയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഗഫലത്തിൻ്റെ ആളുകളായി പോകും. അങ്ങനെ ഗഫലത്ത് കൂടിക്കൂടി വരും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ തൊട്ട് അത് വിദൂരത്താക്കുകയും ചെയ്യുന്നു. നാം എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ കച്ചവടം അത് അല്ലാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. നമുക്കുള്ള സമ്പത്ത് അത് അല്ലാഹുവിൻ്റെ വലിയ നിഅമത്താണ്. നമുക്ക് നല്ലൊരു വീടുണ്ടാകുക അത് അല്ലാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. നമുക്ക് വലിയൊരു വാഹനമുണ്ടാകുക, നല്ലൊരു വാഹനമുണ്ടാകുക അത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്. മാതാപിതാക്കൾക്ക് മക്കൾ അത് വലിയൊരു നിഅമത്താണ്. അതുപോലെ ദുനിയവിയായ നിഅമത്തുകൾ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അതെല്ലാം വലിയ നിഅമത്ത് തന്നെയാണ്. എന്നാൽ ദുനിയവിയായ നിഅമത്തുകൾ അതിൽ ലയിച്ചു പോയി കഴിഞ്ഞാൽ, അതിനൊരു ലിമിറ്റഡൊന്നുമില്ലാതെ പരിധി വിട്ട് അതിൽ ജോലിയാകുമ്പോൾ, അതിനുള്ള സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അത് അശ്രദ്ധയിലേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച് ആ അണ്ടറിലായി നമ്മൾ ജീവിക്കുമ്പോൾ റബ്ബിനെ മറക്കാതെ, പടച്ച റബ്ബിനെ മറക്കാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ആയിരിക്കണം ഇത്തരത്തിലുള്ള നിഅമത്തുകൾ നമ്മൾ വ്യാപകമാകേണ്ടത്. അല്ലാതെ കൂടുതൽ വ്യാപകമായാൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥ ജീവിതം, ആഖിറത്തിൻ്റെ ജീവിതം മറക്കുകയും നമ്മുടെ ദുനിയവിയായ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അത് മറക്കാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ വിധത്തിൽ നമ്മൾ ലയിച്ചു പോകാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിൽ പറഞ്ഞു. സൂറത്തുൽ മുനാഫിഖൂന് 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളെ സമ്പത്തും നിങ്ങളെ മക്കളും അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ ഇബാദത്തിനെ തൊട്ട്, നിസ്കാരത്തിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ ഇബാദത്തുകളെ തൊട്ടൊന്നും നിങ്ങളെ ഗാഫിലാക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇങ്ങനെ സമ്പത്തിൻ്റെ കാരണം കൊണ്ടും മക്കളുടെ കാരണം കൊണ്ടും മറ്റും അള്ളാഹുവിൻ്റെ ദിക്റായ അള്ളാഹുവിൻ്റെ ഇബാദത്തിനെ മുടക്കിയാൽ അവർ പരാജയപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മൾ മറക്കാതെ ഇത്തരത്തിലുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മരണപ്പെട്ടതിൻ്റെ ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല, ആഖിറത്തിൽ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അത് ആഖിറത്തിൽ അതിൻ്റെ അദാബ് കാണുമ്പോൾ ഓരോരുത്തരും പറയും, വീണ്ടും ദുനിയാവിലേക്ക് ഞങ്ങൾ അയക്കുകയാണെങ്കിൽ ശരിക്കൊന്ന് ഇബാദത്തെടുക്കും, വീണ്ടും ദുനിയാവിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ കരാറ് ചെയ്യുന്നു, നീ തന്ന സമ്പത്ത് മുഴുവനും നിൻ്റെ മാർഗത്തെ നമ്മൾ ചിലവാക്കും, 5 വഖത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കും, പള്ളികളൊക്കെ ഹയാത്താക്കും, ജമാഅത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, എല്ലാം അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊന്നും വില ഉണ്ടാവുകയില്ല. അതെല്ലാം അവിടെയെല്ലാം അസ്തമിച്ചു പോയി. അതാണ് സൂറത്തുൽ മുനാഫിഖൂൻ ആയത്ത് 10-11 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. സൂറത്തുൽ മുനാഫിഖൂൻ 10-11 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നിങ്ങൾ ചെലവാക്കണം. നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് മരണം അടുത്തു കഴിഞ്ഞാൽ അടിമ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചും കൂടി എനിക്ക് ആയസുണ്ടെങ്കിൽ, ഞാൻ കുറച്ചും കൂടി ഒരു കാലം എനിക്ക് അവസരം നൽകിയാൽ ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നല്ല സ്വതക്ക ചെയ്യുക, നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ സ്വാലിഹാകും എന്നൊക്കെ അടിമ മരിക്കാനെടുത്ത് പറയുമ്പോൾ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, ഒരു നഫ്സിനിക്കും അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞുകൊണ്ട് പറയാണ്, വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നു അതെല്ലാം അള്ളാഹു യഥാർത്ഥമായി അറിയുന്നവനാണ് എന്ന് സൂറത്തുൽ മുനാഫിഖൂന് 10-11 ആയത്തുകളിൽ പറഞ്ഞു. നാം ചിന്തിക്കേണ്ടതുണ്ട്. ഗഫലത്ത്, അശ്രദ്ധ നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ നമ്മളൊരു ജാഗ്രതരാകേണ്ടതുണ്ട്, നമ്മളൊന്ന് ഉണരേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ പറഞ്ഞതുപോലെ,
ബഹുമാനപ്പെട്ട സയ്യിദുന ഷെയ്ഖ് അബു അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് അബു അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദഖൽതു അല റജുലിൻ സ്വാലിഹിൻ, ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഞാൻ പോയി. അയാൾ ചികിത്സിക്കാൻ വേണ്ടി അയാൾ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ആ മഹാൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ വഹുവ മരീദുൻ വകാന മിനൽ മശായിഖിൽ കിബാർ വഹൗലഹു തലാമീദുഹു, അതായത് അദ്ദേഹം വലിയ ഒരു മഹാനാണ്, വലിയൊരു മശായിഖുൽ കിബാറിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശിഷ്യങ്ങളുണ്ട്, ഒരുപാട് ശിഷ്യന്മാർ, അദ്ദേഹത്തിനെ പിൻപറ്റുന്ന ആൾക്കാർ, ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കരയുന്ന കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബു അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അയ്യുഹ ഷെയ്ഖ് മിമ്മ ബുകാഉക അല ദുനിയ, നിങ്ങളെ കരച്ചിൽ എന്തിനാണ്? എന്തേ നിങ്ങൾ ദുനിയാവിന്ന് പോകുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മഹാൻ പറഞ്ഞത്, അബ്കി അല ഫൗതി സ്വലാത്തി, നിസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ കരയുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബു അലി ദഖാഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ നിസ്കാരം നഷ്ടപ്പെടുന്നത്? വഖദ് കുന്ത മുസല്ലിയ, നിങ്ങൾ ശരിക്കും നിസ്കരിച്ച നാളല്ലേ, നിങ്ങൾക്ക് നിസ്കാരം എങ്ങനെ ഖളാ ഉണ്ടാകുക? ആ സമയത്ത് ബഹുമാനപ്പെട്ട ആ മഹാനവറുകൾ പറഞ്ഞത്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ മുകാശഫത്തുൽ ഖുലൂബിൽ പറയുന്നത് വളരെ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞ വാക്ക് വഖദ് കുന്തു മുസല്ലിയ, വഖദ് കുന്ത മുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ലിഅന്നി ഖദ് ബഖീതു ഇലാ ഹാദാ വമാ സജദ്തു ഇല്ലാ ഫീ ഗഫലത്തിൻ വലാ റഫഅതു റഅസി ഇല്ലാ ഫീ ഗഫലത്തിൻ വഹാ അന അമൂതു അലൽ ഗഫലത്തി, അതായത് ഞാൻ നിസ്കരിക്കുന്ന ആളായിരുന്നു, പക്ഷേ എല്ലാ സുജൂദും ഞാൻ ചെയ്യുമ്പോൾ അശ്രദ്ധയിലല്ലേ ചെയ്തത്, ഞാൻ സുജൂദിന് തല ഉയർത്തതും അശ്രദ്ധയിലല്ലേ, അതേ അശ്രദ്ധയിൽ ഇപ്പം ഞാൻ മരിക്കാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആ മഹാനവറുകൾ ഇതാ ഒരു നീണ്ട ഒരു ശ്വാസം വലിച്ചുകൊണ്ട് പാടിയ ഒരു ബൈത്ത് കാണാം. നീണ്ട ഒരു ശ്വാസം വലിച്ചുകൊണ്ട് വേദനാജനകമായ അവസ്ഥയിൽ മഹാനവറുകൾ പാടിയത് കാണാം. തഫക്കർതു ഫീ ഹശ്രി വയൗമി ഖിയാമത്തി വഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി സാവിയ ഫരീദൻ വഹീദൻ ബഅദ ഇസ്സും വരിഫഅത്തിൻ റഹീനം ബിജുർമി വത്തുറാബി വസാദിയ തഫക്കർതു ഫീ തൂലിൽ ഹിസാബി വഅർളിഹി وظل مقامي حين أوتي كتابيا ولكن رجائي فيك وخالقي بأنك تغفر يا إلهي خطائيا എന്ന ബൈത്ത് ബഹുമാനപ്പെട്ടവർ പാടുകയാണ്. തഫക്കർതു ഫീ ഹശ്രി വ യൗമി ഖിയാമത്തി വ ഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി സാബിയ, അതായത് ഞാൻ എൻ്റെ ഹശറിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചു, അതുപോലെ ഖിയാമത്തിൻ്റെ ദിവസത്തിലും അതുപോലെ ഖബറിൻ്റെ ദിവസം ഞാൻ ചിന്തിച്ചു. എൻ്റെ കവിളിനെ ആ ഖബറിൽ വെക്കുന്ന സന്ദർഭം ഞാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഫരീദൻ വഹീദൻ ബഅദ ഇസ്സും വരിഫഅത്തിൻ, എനിക്ക് വലിയ ഒരു ഇസ്സത്തും സ്ഥാനവും എല്ലാം ദുനിയാവിലുണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ സമയത്ത് റഹീനം ബി ജുർമി വത്തുറാബി വസാദിയ, എൻ്റെ ദോഷങ്ങളെ കൊണ്ട് പണയം വെക്കപ്പെട്ടതായിട്ട്, അതായത് തലേണി എൻ്റെ മണ്ണായല്ലോ, ഞാൻ ദുനിയാവിൽ നല്ല നല്ല ആരംഭത്തുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ തലേണിയാണ്, എൻ്റെ തലേണി മണ്ണാകുന്നു, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ തെറ്റുകളെ കൂടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞു, തഫക്കർതു ഫീ തൂലിൽ ഹിസാബി വ അർളിഹി, എൻ്റെ ഹിസാബ് നീണ്ടുപോകുന്നതും എൻ്റെ നന്മയും തിന്മയും എഴുതപ്പെട്ട ആ ലീസ്റ്റ് അത് എനിക്ക് നൽകപ്പെടുന്ന സമയത്തുള്ള എൻ്റെ ബശലത്രം ഞാൻ ചിന്തിക്കുകയാണ്. വദുല്ല മക്കാമി അല്ലെങ്കിൽ വദല്ല മക്കാമി ഹീന ഉഴ്ത്തിയ കിതാബിയ, എൻ്റെ കിതാബ് എനിക്ക് നൽകപ്പെടുന്ന സമയത്തിൽ എൻ്റെ സ്ഥാനം നിന്നമാകുന്നതും ഞാൻ ചിന്തിക്കുകയാണ്. തഫക്കർതു ഫീ തൂലിൽ ഹിസാബി വ അർളിഹി വദുല്ലി മഖാമി ഹീന ഉഴ്ത്തിയ കിതാബിയ, അതൊക്കെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വലാക്കിൻ റജാഇ ഫീക വ ഖാലിഖി ബിഅന്നക തഗ്ഫിറു യാ ഇലാഹി ഖതാഇയ, എൻ്റെ പ്രതീക്ഷ പടച്ചവൻ എന്നിലാണ്. 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 എൻ്റെ പ്രതീക്ഷ പടച്ചവ
എന്നെ സൃഷ്ടിച്ചവൻ നീയല്ലേ, എന്നെ വളർത്തുന്ന നീയല്ലേ, നിൻ്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു, നീ എൻ്റെ ദോഷങ്ങളൊക്കെ മാഫാക്കുന്നു യാ പടച്ച റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ആ മഹാൻ പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൻ്റെ 6-ാമത്തെ ബാബിൽ 22-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി ആ മുകാശഫത്തുൽ ഖുലൂബിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മരണം എന്ന് പറയുന്നത് ഏത് സമയത്തും ഉണ്ടാകാമല്ലോ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി മുകാശഫത്തുൽ ഖുലൂബിൽ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മുആഖിയൻ ലി മലക്കിൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് അസ്രായിൽ ഇസ്ലാമിനോട് സഹോദരം ബന്ധം സ്ഥാപിച്ചിരുന്നു. സുഹുർ റിയാദ് എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി മുകാശഫത്തുൽ ഖുലൂബിൽ തന്നെ പറയുകയാണ്, മലക്കുൽ മൗത്തിനോട് അസ്രായിൽ അലി ഇസ്ലാമിനോട് സഹോദര ബന്ധം സ്ഥാപിച്ച യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരു ദിവസം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അസ്രായിൽ ഇസ്ലാം സന്ദർശിച്ചു. ആ സമയത്ത് യാക്കൂബ് നബി ഇസ്ലാം ചോദിച്ചത്, യാ മലക്കൽ മൗത്ത് അസായിറൻ ജിഇത അം ഖാബിദൻ റൂഹി, എന്നെ സന്ദർശിക്കാൻ വന്നത്, എന്നെ മുലാഖാത്ത്, എന്നെ സംസാരിക്കാൻ വന്നതാണോ അല്ല റൂഹ് പിടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞത് ബൽ സായിറ, ഞാൻ സന്ദർശിക്കാനാണ് വന്നത്. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫഇന്നി അസ്അലുക ഹാജത്തൻ, ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം ചോദിക്കട്ടെ. എന്താണ് ആവശ്യം? നിങ്ങൾ എൻ്റെ റൂഹ് പിടിക്കാൻ എപ്പോഴാണ് വരുന്നത്? ആ സമയത്ത് എനിക്കൊന്ന് അറിയിക്കണേ, മുമ്പൊന്ന് അറിയിക്കണേ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ ഇസ്ലാം പറയുന്നു, നഅം ഉർസിലു ഇലൈക റസൂലൈനി ഔ സലാസ, ഞാൻ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 2-3 ദൂതരെ, അതിൻ്റെ ഖാസിദുകളെ, അതിൻ്റെ മധ്യവർത്തികളെ ആദ്യം അയച്ചിട്ടാണ് നിങ്ങളെ റൂഹ് പിടിക്കാൻ വരിക എന്ന് ബഹുമാനപ്പെട്ട അസ്രായിൽ ഇസ്ലാം പറഞ്ഞു. അങ്ങനെ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അസായിറൻ ജിഇത അം ലിഖബ്ദി റൂഹി, എന്നെ സന്ദർശിക്കാൻ വന്നതാണോ റൂഹ് പിടിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞത് ലിഖബ്ദി റൂഹിക, നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, അവലസ്ത കുന്ത അഖ്ബർതനി അന്നക തുർസിലു ഇലയ്യ റസൂലൈനി ഔ സലാസ, നിങ്ങളല്ലേ പറഞ്ഞത് എന്നിലേക്ക് റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 2-3 ദൂതരയക്കും എന്നല്ലേ പറഞ്ഞത്? എവിടെയാണ് 2-3 ദൂതർ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി ഇസ്ലാം പറയുന്നു, ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. ബയാല ശഅരിക ബഅദ സവാദിഹി, നിങ്ങളെ കറുത്ത മുടികളെല്ലാം വെളുപ്പായത് അതൊരു ദൂതൻ, അത് ഖാസിദാണ്, റസൂലാണ്. അതുപോലെ ബദനിക ബഅദ ഖുവ്വതിഹി, നിങ്ങളെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ലേ, ബലഹീനത നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ. അതുപോലെ വൻഹിന ഇജ്സ്മിക ബഅദ ഇസ്തിഖാമതിഹി, നിങ്ങൾ ചൊവ്വായി നടന്ന സമയമുണ്ടായിരുന്നല്ലോ, ഇപ്പം നിങ്ങൾ ശരീരം ഒന്ന് കുനിയിട്ടല്ലേ നടക്കുന്നത്. ഇതെല്ലാം ആ ദൂതന്മാർ തന്നെയല്ലേ. ഹാദിഹി റുസുലി യാ യാക്കൂബ് ഇലാ ബനി ആദമ ഖബലൽ മൗത്ത്, ഓ യാക്കൂബ് നബി അലൈഹി സ്വലാമേ, മനുഷ്യരിലേക്ക് മരണത്തിൻ്റെ മുമ്പ് ഇതൊക്കെ ദൂതരുകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചതിൻ്റെ ശേഷം പറയുകയാണ്, മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഖാഫിലു നഈമുക ഫിദ് ദുനിയാ ഗുറൂറുൻ വഹസ്റത്തുൻ വഐശുക ഫിദ് ദുനിയാ മുഹാലുൻ വബാതിലു. കാലങ്ങൾ കഴിഞ്ഞുപോയി, സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി, തെറ്റെല്ലാം അങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട്. റസൂലുൽ മൗത്ത്, മരണത്തിൻ്റെ ദൂതരായ മലക്ക് അലൈഹിസ്സലാം വന്നു, പക്ഷേ ഖൽബ് അങ്ങനെ തന്നെ അശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റത്തുൻ, ദുനിയാവിൽ കിട്ടുന്ന കുറേ നിഅമത്തുകൾ അതെല്ലാം വഞ്ചനയും ഖേദിക്കേണ്ടി വരും. മാത്രമല്ല വഐശുക ഫിദ്ദുനിയാ, ദുനിയാവിൽ നിൻ്റെ ജീവിതം, ദുനിയാവിൽ നിൻ്റെ റാഹത്ത്, ഇതെല്ലാം ദായിമിയായ റാഹത്തൊന്നുമല്ല. ദായിമിയായ റാഹത്ത് ഒരിക്കലും ഉണ്ടാവുകയില്ല. വഐശുക ഫിദ്ദുനിയാ മുഹാലും വബാത്തിലു, ദുനിയാവിൽ എന്ത് റാഹത്ത് ദായിമാകുക എന്ന് പറയുന്നത് അത് മുഹാലും വബാത്തിലു, ഒരിക്കലും സാധ്യമല്ല. അതെല്ലാം തോന്നലുകളും തെറ്റിദ്ധാരണകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി
ബൈത്തുകളോട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടുകയില്ല. മാത്രമല്ല, നാം ഇന്ന് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട വിഷയമാണ്. നാം ദോഷങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചിന്തയില്ലാതെ നമ്മുടെ ജീവിതമെല്ലാം എന്തൊക്കെയോ ആയിപ്പോകുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ചിരിച്ചുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെല്ലാം ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നു അവർ കരഞ്ഞുകൊണ്ട് നാളെ മഹ്ശറ സഭയിൽ നരകത്തിൽ കടക്കേണ്ടി വരും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബിൽ തന്നെ പറയുകയാണ്. അതായത് നാം ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മെഹബൂബീങ്ങളായ മഹത്തുക്കളുടെ ജീവിതം കണ്ടില്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷൈഖ് അബു അലി ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഒരു മഹാനെ സന്ദർശിക്കാൻ പോയപ്പോൾ ആ മഹാന് നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിച്ച ആളാണ്. എന്നിട്ട് പോലും അശ്രദ്ധയിൽ സുജൂദ് ചെയ്തു, അശ്രദ്ധയിൽ സുജൂദിൽ നിന്ന് ഉയർന്നു. അതുപോലും ചിന്തിച്ചുകൊണ്ട് എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മഹാന്മാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? 24 മണിക്കൂറും തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ചുകൊണ്ട് അതും തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തിലാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. തെറ്റുകൾ ചെയ്യുന്നതും സന്തോഷത്തോടുകൂടെ തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതും സന്തോഷത്തോടുകൂടെ റബ്ബിൻ്റെ പേടിയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹയാ ഇല്ലാതെ നമ്മുടെ ദോഷങ്ങൾ ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്ത് ചിരിച്ചുകൊണ്ടെല്ലാം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചതുപോലെ നാം ആരെല്ലാം തെറ്റുകൾ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു അവർ കരഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോകും. മാത്രമല്ല ഹദീസിൽ കാണാം, കസ്റത്തുൽ ലഹ്കി തുമീത്തുൽ ഖുലൂബ, അധികമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സുകളൊക്കെ ചത്തുപോകുമെന്നും. മാത്രമല്ല ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ യാ അജബൻ മൻ ലാഹികുൻ വമൻ വറാഉഹു അന്നാർ, അതായത് ചിരിക്കുന്നുണ്ട് പക്ഷേ പിന്നിൽ നരകമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല, സന്തോഷിക്കുന്നുണ്ട് പിന്നിൽ മരണമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളിങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാനിങ്ങനെ പോകുമ്പോൾ ചോദിച്ച ഒരു ചോദ്യം കാണാം, യാ ബുനയ്യ ഹൽ ജുസത്ത് അല സുറാത്തി, നീ സിറാത്ത് പാലം വിട്ടുകിടന്നോ? ഇല്ല. നിന്നെ സ്വർഗത്തിൽ എത്തിയോ? ഇല്ല. പിന്നെ എന്താണ് ഈ ചിരി എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ അദ്നബ ദംബൻ വഹുവ യദ്ഹകു ദഖലൻ നാർ വഹുവ യബ്കി, അതായത് ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കരഞ്ഞുകൊണ്ട് നരകത്തിൽ കടക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കരയുന്ന ആളുകളെ മഹത്വം പറഞ്ഞതുപോലെ വയഖിറൂനിൽ അദ്ഖാനി യബ്കൂൻ സൂറത്തുൽ ഇസ്രാ 109 ആയത്തിൽ കരയുന്ന അള്ളാഹുവിനെ പേടിച്ച് കരയുന്നവരെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൻ്റെ 86 ബാബ് വിശദമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ചിരിച്ചുകൊണ്ട് തെറ്റുകളൊക്കെ ചെയ്യുന്നതും, അതുപോലെ വാട്സപ്പിലൂടെയും അതുപോലെ മൊബൈലിലൂടെയും ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുക, പ്രചരിപ്പിക്കുക, അതെല്ലാം ഒരു ഹോബിയായി ജീവിക്കുമ്പോൾ ആഖിറത്തിനെ മറന്നു പോകരുത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകരുത്. നമ്മൾ ഗഫറത്തെ തൊട്ട് ഉണരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിച്ച് കളവ് പറയുന്നവർ നമ്മളൊക്കെ കളവ് പറയുകയാണ്. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, നല്ല ബുദ്ധി നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടെ പൊട്ടിച്ചിരിയോടുകൂടെ നമ്മൾ വാദക്ക് ഖിലാഫ് നടക്കുന്നു, നമ്മൾ കരാർ ചെയ്തതിനെ ലംഘിക്കുന്നു, അതോടുകൂടെ സമ്പത്തുകളെല്ലാം ബാത്തിൽ കൂട്ടിക്കലർത്തുന്നു. ചിരിച്ചുകൊണ്ടാണ് നമ്മൾ സിനിമാ പാട്ടുകൾ കേൾക്കുന്നത്, സിനിമകൾ കാണുന്നത്, മൊബൈലിൽ പല തോന്നിയാസങ്ങളും കാണുന്നത്. അതുപോലെ ചിരിച്ചുകൊണ്ടാണ് മുസ്ലിമായ മനുഷ്യനെ നമ്മൾ കളിയാക്കുന്നതും അതുപോലെ മനസ്സ് വേദനിപ്പിക്കുന്നതും. ഇതെല്ലാം തെറ്റുകൾ നമ്മൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, മൻ അദ്നബ ദംബൻ വഹുവ യദ്ഹകു ദഖലൻ നാർ വഹുവ യബ്കി, ഒരാൾ തെറ്റ് ചിരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ട് നരകത്തിൽ കടക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബിൽ പറയുകയാണ്. ഇങ്ങനെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ തന്നെ അൽ മആസി ബരീദുൽ കുഫർ, തെറ്റുകൾ ധാരാളം ചെയ്യുമ്പോൾ അത് കുഫറിൻ്റെ പോഷ്മേനായി പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്തും ഈമാനും അല്ലാഹു തആല സലാമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 82 ആയത്തിൽ പറഞ്ഞത്, ഫൽയൽഹഖു ഖലീലൻ വൽയബ്കു കസീറാ,
കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും വേണമെന്ന് മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചതുപോലെ മലക്കുൽ മൗത്ത് അസ്രായിൽ ഇസ്ലാം യൗഖൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ മരണത്തിൻ്റെ മുമ്പുള്ള 3 അടയാളങ്ങൾ, അതുപോലെ പല അടയാളങ്ങളും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റു ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗം വരിക, അതുപോലെ ചെവിടിൻ്റെയും കണ്ണുകളുടെ പകർച്ച, അതായത് ആദ്യം കാഴ്ച നല്ല ഉണ്ടാകുക, പിന്നെ അത് നഷ്ടപ്പെടുക, അതുപോലെ കേൾക്കാനുള്ള ശക്തി ഉണ്ടാകുക, പിന്നെ നഷ്ടപ്പെടുക. ഇതെല്ലാം മരണത്തിൻ്റെ ഖാസിദുകളാണ്. ഇങ്ങനെയെല്ലാം ഓരോ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ രോഗത്തിൻ്റെ ആ കാരണമായിരിക്കും ഈ കാരണമായിരിക്കും എന്നെല്ലാം പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊക്കെ മരണത്തിൻ്റെ ഖാസിദുകളായിരിക്കും. ഏതായാലും മരണം എന്ന് പറയുന്നത് നമ്മൾ മരണം എന്ന് ചിന്തിക്കുക, അതല്ല. അതേ നമ്മുടെ ജീവിതം നന്നാക്കി തൗബ ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വീട്ടി കഴിഞ്ഞുപോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി നല്ല നിലക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ എന്നൊക്കെ പറയും നാളെ ഞങ്ങൾ മരണപ്പെട്ടവരാകും. എന്നാൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അശ്രദ്ധകൾ നമ്മൾ ഇല്ലാതെയാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ആരെങ്കിലും ഒരാൾ നിസ്കാരം മനഃപൂർവ്വമായി ഉപേക്ഷിച്ചാൽ അവൻ്റെ പേര് നരകത്തിൻ്റെ വാതിലിൽ എഴുതപ്പെടുന്നു, ഇദ്ദേഹം നരകത്തിൽ കടക്കുന്ന ആളാണെന്ന് ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹില്യത്തുൽ ഔലിയ 7-ാം വാല്യം 299-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും പുണ്യത്തിൻ്റെ ഭൂക്കാലം ആ വിശുദ്ധ റമദാൻ ശരീഫിൽ ഒരു നോമ്പ് കാരണമില്ലാതെ ഖളാ ആക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം നോമ്പ് ഖളാ വീട്ടിയാലും അത് അതിൻ്റെ ഫലം കിട്ടൂല, ഖളാ ആവുകയില്ല, അതായത് അത്രക്കും റമദാനിൻ്റെ ആ പവിത്രത ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാകണം, ഖളാ ആകരുത്. നമ്മുടെ നോമ്പുകളൊക്കെ കൃത്യമാകണം, ഖളാ ആകരുത്. കഴിയുന്ന പരമാവധി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം സൂക്ഷിക്കണം. ഏറ്റവും വലിയ സുൽത്താനുൽ അഅ്ളാ, അവയവങ്ങളുടെ സുൽത്താനായ രാജാവായ ചക്രവർത്തിയായ നമ്മുടെ മനസ്സിൽ എല്ലാ തോന്നിയാസങ്ങളെ തൊട്ടും അതുപോലെ മനസ്സിൻ്റെ രോഗങ്ങളെ തൊട്ടും അംറാദുൽ ഖുലൂബ്, മുഹ്ലികാത്ത് തുടങ്ങിയ എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കേണ്ടതുണ്ട്, നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട്. അതുപോലെ പിന്നെ ഉള്ളത് ലാഹിരിയായ തെറ്റുകൾ, പ്രത്യക്ഷത്തിലുള്ള തെറ്റുകൾ, പ്രത്യേകിച്ചും കണ്ണിൻ്റെ രോഗങ്ങൾ, കണ്ണിൻ്റെ ദോഷങ്ങൾ, അതൊക്കെ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബിലൊക്കെ പറഞ്ഞതുപോലെ മം മല ഐനുഹു മിനൽ ഹറാമി മല അല്ലാഹു ഐനുഹു മിനന്നാർ. വല്ലവരുത്തനും കണ്ണുകളെ ഹറാമ് കൊണ്ട് നിറച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ അവൻ്റെ കണ്ണുകളെ തീ കൊണ്ട് നിറക്കുമെന്ന് ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ പറഞ്ഞു. അതുകൊണ്ട് അന്യ സ്ത്രീകളെ നോക്കൽ, അതുപോലെ താടി മീശം മുളക്കാത്ത ആൺകുട്ടികളെ നോക്കുന്നതും, പ്രത്യേകിച്ചും മോശപ്പെട്ട ചിന്തയിൽ നോക്കുന്നതും, അതുപോലെ സിനിമകളും ഡ്രാമകളും, അതുപോലെ പാട്ട്, അതുപോലെയുള്ള ഗീബത്ത് കേൾക്കുക, അതുപോലെ തൗബ ചെയ്യാതിരിക്കുക, ഗീബത്ത് കേൾക്കുക, ഇതെല്ലാം തൗബ ചെയ്യാതെ ജീവിക്കുക, അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കളിയാക്കി പറയുക, ഇങ്ങനെ മറ്റുള്ള അയബുകൾ നോക്കുക, ഇത് മാത്രം ചെയ്യുന്ന കണ്ണുകളെ അല്ലാഹു തആല നരകത്തിൻ്റെ തീ കൊണ്ട് നിറക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബ് 10-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹറുദ്ദുമു 171-ൽ പറഞ്ഞത് കാണാം, ആരെങ്കിലും സ്ത്രീകളുടെ സൗന്ദര്യം നോക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിൻ്റെ ആ വിഷമേറിയ അമ്പുകളെ കൂട്ടത്തിൽ വലിയ ഒരു അമ്പാണ്. ഒരു അന്യ സ്ത്രീയെ, മഹറമല്ലാത്ത ഒരു പെണ്ണിനെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കണ്ണിൽ നരകത്തിൻ്റെ തീകൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറക്കുമെന്ന് ബഹറുദ്ദുമു എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 171-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഹാഫിൾ അബുൽ ഖാസിം സുലൈമാൻ തബറാനി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ മീറാജിൻ്റെ രാത്രിയിലും മറ്റും കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ചപ്പാട്. കണ്ണുകളും ചെവിടുകളിലും തീയിൻ്റെ ഓരോ വിഷയങ്ങളുണ്ടാകുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ നോക്കാൻ പാടില്ലാത്തത് നോക്കുകയും
കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുകയും ചെയ്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം തബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഅ്ജമുൽ കബീർ 8-ാം വാല്യം 156-ാമത്തെ പേജിൽ പറയുകയാണ്. അതുകൊണ്ട് ഹറാമ് കാണുന്നത്, ഹറാമ് കേൾക്കുന്നത് തൊട്ട് കണ്ണുകളെയും നമ്മുടെ ചെവിടുകളെയും വളരെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ആരെങ്കിലും വികാരത്തോടുകൂടെ അന്യ സ്ത്രീകളെ നോക്കുന്നതും സ്പർശിക്കുന്നതും വലിയ കഠോരമായ ശിക്ഷകളുണ്ടാകുമെന്ന് ഒരുപാട് ഹദീസുകളിൽ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ, കുടുംബത്തിൽ താമസിക്കുമ്പോൾ തന്നെ 18 വിഭാഗം വരുന്ന പെണ്ണുങ്ങൾ, 18 വിഭാഗം വരുന്ന സ്ത്രീകൾ, നേരെ ഉമ്മയുടെ ഉമ്മ, വലിയുമ്മ, ആ പരമ്പരയുള്ള ആളുകൾ, അതുപോലെ ഉമ്മയുടെ സഹോദരിമാർ, അതുപോലെ ഉപ്പയുടെ സഹോദരിമാർ, അതുപോലെ മകളുടെ മകളായി, അതുപോലെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ, ഇങ്ങനെയുള്ള 18 വിഭാഗം പെണ്ണുങ്ങൾ മുലകുടി ബന്ധത്തിലും അതുപോലെ രക്തബന്ധത്തിലും അതുപോലെ കെട്ടുബന്ധത്തിലും അങ്ങനെയുള്ള 18 വിഭാഗം പെണ്ണുങ്ങളല്ലാതെ മറ്റുള്ള എല്ലാ സ്ത്രീകളും പരസ്പരം നോക്കുന്നത് തൊട്ട് നമ്മുടെ കണ്ണുകൾ കയ്യുന്ന പരമാവധി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രകാശമുണ്ടാകും. അല്ലാത്ത പക്ഷം നമ്മുടെ കണ്ണുകൾക്കെല്ലാം ഇരുട്ടുകൾ വന്ന് ആഖിറത്തിൽ നരകത്തിൻ്റെ തീ നടക്കപ്പെടുന്ന വിധത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പുണ്യമുള്ള രാവുകളും പുണ്യമുള്ള ദിനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും തൊട്ടും നമ്മൾ തൗബ ചെയ്ത് നല്ല നിലയ്ക്ക് ഒരു ശുദ്ധമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണം. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ മഅസൂമിങ്ങളാണ്, തെറ്റുകളെ തൊട്ട് ശുദ്ധന്മാരാണ്. അതേ സ്ഥാനത്ത് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ദോഷങ്ങളെ തൊട്ട് മഹ്ഫൂദീങ്ങളാണ്, സൂക്ഷിക്കുന്നവരാണ്. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും കഴിയുന്ന പരമാവധി തെറ്റുകളെ സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇരു വീട്ടിലും വിജയം നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ യഥാർത്ഥ ആശിഖുർ റസൂലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ നമ്മൾ കഴിയുന്ന പരമാവധി ഖളാ വീട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ അത്യാവശ്യമായ കുടുംബത്തെ നിർബന്ധമായ ചെലവിന് വേണ്ടിയിട്ടും അതുപോലെ അത്യാവശ്യമായ നിർബന്ധമായ ഉറക്ക് വെച്ച് ബാക്കിയുള്ള മുഴുവൻ സമയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ വേണ്ടി നമ്മൾ സമയം ചെലവാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞത് ഫതുഹുൽ മീൻ പോലത്തെ ഗ്രന്ഥങ്ങളിലും അയിമ്മത്ത് ഇമാമിങ്ങളെല്ലാം തൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയതാണ്. ആ കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ നാം യഥാർത്ഥ മുഅ്മിനീങ്ങളായി യഥാർത്ഥ ആശിഖീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിയുന്ന പരമാവധി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ഒരു സന്ദേശമാണല്ലോ മീശകൾ ചെറുതാക്കുക, താടികൾ വളർത്തുക, മജൂസികളെപ്പോലെ നിങ്ങൾ ആകരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലെ 260-ാമത്തെ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ യഥാർത്ഥ ആശിഖീങ്ങളായി നമ്മൾ വളരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഗഫലത്തിനെ തൊട്ട് അശ്രദ്ധയെ തൊട്ട് നമ്മൾ ദൂരെയാവുകയും അള്ളാഹുവിൻ്റെ ഖുർബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദിറാസകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പുണ്യമുള്ള ദിനങ്ങൾ, പുണ്യമുള്ള രാവുകളാണ് വരുന്നത്. ഈ ദിനങ്ങളുടെയും രാവുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല മാഫാക്കി നമ്മുടെ ഗഫലത്തിനത്തെ അശ്രദ്ധയെ തൊട്ടെല്ലാം അള്ളാഹു ദൂരീകരിച്ച് നല്ല ഒരു ജീവിതം ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സ്വാഹിബുൻ അലൈൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ ജഅൽനി മശ്ഗൂലൻ ബിമാ അകൂനു അൻഹു ഗദം മസ്ഊല. നാളെ മഹ്ശറാ സഭയിൽ എന്നോട് എന്താണോ ചോദിക്കപ്പെടുന്നത് ആ ചോദിക്കപ്പെടുന്ന സംഗതികളെ കൊണ്ട് എന്നെ ജോലിയാക്കണേ പടച്ചവനെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ആ വിധത്തിലും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദത്തുന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എല്ലാ ദിവസവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് മാ ഉരീദ് സവാബ, കൂലി ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി. മറ്റു അമ്പിയാക്കൾ അലൈഹിമുസ്സലാമിനോടൊക്കെ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു പെണ്ണുതാ 1000 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ 1000 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അബുൽ
ഫത്തിഹി ബഹാഉദ്ദീൻ അൽ അബ്ശിഹി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുസ്തത്രഫ് ഫീ കുല്ലി ഫന്നിൻ മുസ്തലറഫ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തി നല്ലൊരു ജീവിതം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് എന്ന് നാം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെറുതെ അല്ലാഹു നമ്മളെ പടച്ചിട്ടില്ലല്ലോ. കാരണം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനാവശ്യമായി ഒന്നിനും പടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനാവശ്യമായ എല്ലാത്തിലും ശുദ്ധനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉദ്ദേശിച്ചതിൻ്റെ ഉദ്ദേശം അഫഹസിബുതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ സൂറത്തുൽ മുഅ്മിനൂൻ 115 അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെ വെറുതെ പടച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മാത്രമല്ല മറ്റൊരായത്തിൽ സൂറത്ത് സ്വാദ് 27-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില ദാലിക ദന്നുൽ ലദീന കഫറു. നമ്മൾ ആകാശത്തെയും ഭൂമിയെയും അതുപോലെ ഇടയിലുള്ള വസ്തുക്കളൊന്നും വെറുതെ പടച്ചിട്ടില്ല, അതെല്ലാം അങ്ങനെ പറയുന്നത് അവിശ്വാസികളുടെ ചിന്തയാണ് എന്ന് സൂറത്ത് സ്വാദ് 27-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതുപോലെ സൂറത്തു ദുഹാൻ എല്ലാ ദിവസം രാവുകളിൽ ഓതൽ പുണ്യമേറിയ സൂറത്തു ദുഹാൻ ബറാത്ത് രാവിലും മറ്റു രാവുകളിലും എല്ലാ ദിവസം രാവുകളിൽ പ്രധാനമായി ഓതുമ്പോൾ സൂറത്തു ദുഹാൻ ഓതുമ്പോൾ 70,000 മലക്കുകൾ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹദീസുകളിലേക്കെല്ലാം ഉണ്ടല്ലോ. ആ സൂറത്തു ദുഹാൻ്റെ 38-ാമത്തെ ആയത്ത് വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. നമ്മൾ ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ ഇടയിലുള്ള വസ്തുക്കളെല്ലാം കളിക്കാൻ വേണ്ടി പടച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തു ദുഹാൻ 38-ൽ പറയുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നല്ലവരുടെ ഔസാഫ്, നല്ലവരുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇമ്രാൻ 191-ൽ പറയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എപ്പോഴും അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലുന്നവർ, നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടത്തത്തിലുമെല്ലാം അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലുന്നു. അതോടുകൂടെ ആകാശത്തെയും ഭൂമിയെയും പടക്കുന്നതിൽ അവർ ചിന്തിക്കുന്നു. എന്നിട്ട് അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ഇതെല്ലാം നീ വെറുതെ പടച്ചിട്ടില്ല, നമ്മെ നരകത്തെ തൊട്ട് നീ കാക്കണേ, നീ പരിശുദ്ധനാണ്, എല്ലാ അയബുകളെ തൊട്ട് നീ ശുദ്ധനാണ് എന്നൊക്കെ അവർ പറയുമെന്ന് സൂറത്ത് ആൽ ഇമ്രാൻ 191-ൽ കാണാം. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നാം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല എന്ന് സൂറത്ത് ബനു ഇസ്രായേൽ 70-ാമത്തെ ആയത്തിൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നമ്മൾ പടച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം, ഐലി ഐരിഫൂൻ, അതായത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും നാം പടച്ചിട്ടുള്ളത് എന്ന് സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അതുപോലെ സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത്, സൂറത്തുൽ മാനിയ അദാബിനെ തൊട്ട് വിലക്കുന്ന സൂറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ ദിനവും തബാറക സൂറത്ത് പ്രത്യേകമായി ഓതൽ പ്രേരിപ്പിക്കപ്പെട്ട ആ തബാറക സൂറത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തബാറക സൂറത്ത് 2-ാമത്തെ ആയത്ത് മരണത്തെയും ജീവിതത്തിനും അല്ലാഹു പടച്ചത് മരണത്തെ ധാരാളം ഓർത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്തിൽ പറഞ്ഞു. ഏതായാലും ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ തൗബ ചെയ്ത് ഗഫലത്തും അശ്രദ്ധയും നമ്മളിൽ നീക്കി നല്ല ഒരു ജീവിതം ജീവിക്കാൻ അല്ലാഹു തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ദുആ വസിയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, ദാറുൽ ഇഫ്താ അസ്ഹറുടെ ഖാദിമീങ്ങൾ, സർവ്വ അഹ്ലുസുന്നയുടെ മസാജിദ്, മദാരിസ്, മആഹിദിൻ്റെ ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ തൗബത്തുൻ നസൂഹ ചെയ്യുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും അവരെയും, യഥാർത്ഥ തായിബീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും അവരെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك بحق الحبيب صلى الله عليه وسلم. دعاء وصية السلام عليكم ورحمة الله وبركاته.